ഹലോ, വെൽക്കം ടു ദി ചാനൽ. ഈ ചാനൽ ആരംഭിച്ചിരിക്കുന്നത് സ്വന്തം ജീവിതത്തിനെയും നമ്മളുടെ ചുറ്റുമുള്ള ജീവിതങ്ങളെയും സമൂഹത്തിനെയും കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സമചിത്തതയോടുകൂടി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം എന്ന നിലയ്ക്കാണ്. അപ്പോൾ ഇതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ടു മേക്ക് സെൻസ്, ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തത്, നമ്മളും മറ്റുള്ളവരും സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ബേസ് എവിടെ നിന്നാണ് വരുന്നത്, എന്തിനേയും നോക്കിക്കാണുന്നത് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് കൊണ്ടാണല്ലോ. അപ്പോൾ ഈ പേഴ്സ്പെക്റ്റീവ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്വന്തം ജീവിതത്തിനെയും മറ്റുള്ളവരുടെ ജീവിതങ്ങളെയും ഒക്കെ അനലൈസ് ചെയ്യാൻ പഠിക്കുന്നത്, എവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചില സമയത്ത് നമ്മൾ പറയാറില്ലേ, ഇന്നസെൻറ്റിൻ്റെ ഒരു ഡയലോഗ് പോലെ, എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാതിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സ്വഭാവം, നമ്മൾ എവിടെ നിന്നാണ് അത് ഉത്ഭവിച്ചിരിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾക്ക് പാരൻസ് ഉണ്ട്, എല്ലാവർക്കും ഇല്ല, പക്ഷെ മോസ്റ്റ്ലി സംബടി, ഒരു പ്രൈമറി കെയർ ടേക്കർ എന്നൊരു ഫിഗർ, അത് മാതാപിതാക്കളാവാം, ബന്ധുക്കളാവാം, ഓർഫനേജിൽ വളരുന്ന കുട്ടികൾക്ക് അവിടുത്തെ ജീവനക്കാരാവാം, ആരാണെങ്കിലും അത്തരം ഒരു പ്രൈമറി കെയർ ടേക്കർ ഉണ്ടാവണമല്ലോ. അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ എമൗണ്ടും എക്സ്റ്റെൻറ്റും ഒക്കെ മാറുമെന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഈ പ്രൈമറി കെയർ ടേക്കർ കുട്ടിയെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നതനുസരിച്ചിട്ടാണ് ദ ഏർലി ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുടെ രൂപവൽക്കരണം നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയേണ്ടി വരുന്നത്. മോസ്റ്റ് ഓഫ് ദ തിങ്സ് ദാറ്റ് വി ഡു ദാറ്റ് കംസ് ഫ്രം അവർ പാരൻസ്. നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടിക്കാലമാണ്. നമ്മളുടെ മുതിർന്ന ജീവിതത്തിൽ, അഡൾട്ട് ലൈഫിൽ ഉണ്ടാകുന്ന മഹാഭൂരിപക്ഷം പ്രശ്നങ്ങളും നമ്മൾ വേര് തപ്പിപ്പോയാൽ അത് ചെറുപ്പത്തിലാണ് ചെന്ന് അവസാനിക്കുക. അപ്പം യു വിൽ സ്റ്റാർട്ട് ഫ്രം ചൈൽഡ്ഹുഡ്. അപ്പോൾ ചൈൽഡ്ഹുഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൈമറി കെയർ ടേക്കേഴ്സ്. അത് മാതാപിതാക്കളോ ഈ പറഞ്ഞ പോലെ ആരും ആവാം. അപ്പോൾ ഈ മാതാപിതാക്കൾ, ലെറ്റ്സ് ടേക്ക് പാരൻസ്, മാതാപിതാക്കളാണെന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ ഈ പാരൻസിൻ്റെ കുട്ടിയോടുള്ള ഇൻറ്ററാക്ഷൻ, കുട്ടി എങ്ങനെയാണ് വളർത്തുന്നത് എന്നത് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപവൽക്കരണത്തിനെയും ലോകവീക്ഷണത്തിനെയും ഭാവിയിൽ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനെയും അവരുടെ കുഞ്ഞുങ്ങളോടുള്ള അപ്രോച്ചും ഒക്കെ നിയന്ത്രിക്കുന്നത് പാരൻറ്റിങ് സ്റ്റൈൽസ് എങ്ങനെയാണെന്നുള്ളതിനെ അനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പാരൻറ്റിങ് സ്റ്റൈൽസ് നോക്കാം. അപ്പോൾ പാരൻറ്റിങ് സ്റ്റൈൽസ് പ്രൈമറിലി റിസർച്ച് ബേസ്ഡ് പാരൻറ്റിങ് സ്റ്റൈൽസ് 4 തരം പാരൻറ്റിങ് ആണ് പൊതുവിൽ പറയുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പുറത്ത് അതോറിറ്റി ഉണ്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം കുട്ടിയുടെ ഇമോഷണൽ, ഫിസിക്കൽ വെൽബീയിങ്ങിനെ കുറിച്ച് പാരൻസ് വളരെ അവെയറുമാണ്. എന്ന് വെച്ചാൽ റൂൾസ് ഉണ്ട്, ഇന്നത് ചെയ്യണം, അത് ബ്രേക്ക് ചെയ്താൽ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു കോൺസിക്വൻസ് ഉണ്ട്, ശിക്ഷയല്ല കോൺസിക്വൻസ് ഉണ്ട്. അതായത് ഹോംവർക്ക് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ഇന്ന് TV കാണാൻ പറ്റില്ല. അത് അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും, ഇത് പണിഷ്മെൻ്റ് അല്ല, ഇതിൻ്റെ കോൺസിക്വൻസ് ആണ്, ദാറ്റ് ഐ ഹാവ് ടു ഡു സംതിങ്, എൻ്റെ വെൽബീയിങ്ങിന് വേണ്ടി പറയുന്നതാണ് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള പാരൻറ്റിങ്ങിനെയാണ് നമ്മൾ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറയാം. അതിൽ കുട്ടിയുടെ ഇമോഷണലി കുട്ടിക്ക് സപ്പോർട്ട് ഉണ്ടാകും, കുട്ടി ഇമോഷണലി സേഫ് ആയിരിക്കും. സ്നേഹം എന്നത് സത്യത്തിൽ ഇമോഷണൽ സേഫ്റ്റിയാണ്. നമുക്കൊരു മനുഷ്യനോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് എന്നോട് സ്നേഹമുണ്ട്, അവർക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ മീനിങ് ആവേണ്ടത് ശരിക്കും ഐ എം സേഫ് വിത്ത് ദാറ്റ് പേഴ്സൺ ഇമോഷണലി എന്നുള്ളതാണ്. അതായത് വൈകാരികമായിട്ട് സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലമാണ്, സ്നേഹം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ കുട്ടിയെ വളർത്തുക എന്നുള്ളതാണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിൽ വളർന്ന കുട്ടികൾക്ക് അവർ വളരെ സെക്യൂർ ആയിരിക്കും, അവർക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും, അവർക്ക് ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വളരെ ഹെൽത്തി ആയ ഒരു ഇൻഡിവിജ്വലാണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്. രണ്ടാമത്തത് അതോറിറ്റേറിയൻ പാരൻറ്റിങ്. ഇപ്പോൾ നമ്മളുടെ കണക്കിൻ്റെ ചാക്കോ മാഷ് പോലെ ലോകം തിരിയുന്നത് കണക്കിലാണെന്ന് വിചാരിക്കുന്ന ഒരാൾ, അവരുടെ കുഞ്ഞുങ്ങൾ, നമുക്കറിയാമല്ലോ എങ്ങനെയാണ് കാടുകോമം ഉണ്ടാവുന്നതെന്ന്. അതായത് ലോകം അവർ പറയുന്ന പോലെയാണ്, അവരങ്ങ് പറയും, നിങ്ങൾ കേട്ടാൽ മതി, ഇതിൽ ഇങ്ങോട്ട് ചോദ്യമൊന്നുമില്ല. ഒബീഡിയൻസ് ആണ് ഇതിൻ്റെ ഒരു മെഷർ. അപ്പോൾ കുട്ടി ഭയങ്കര ഡൗട്ടിൽ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഒന്നുകിൽ അത് വളരെ ലോ സെൽഫ് എസ്റ്റീമുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ കുട്ടി പൊട്ടിത്തെറിച്ച് നമുക്കൊരു ആടുതോമനെ ആണ് പുറത്തേക്ക് കിട്ടുക. മൂന്നാമത്തത് പെർമിസീവ്
പെർമിസീവ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് അവോയ്ഡൻസ് ആണ് പാരൻസിൻ്റെ മെയിൻ. കുട്ടിയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോൾ അവനത് ചെയ്തോട്ടെ, അല്ലെങ്കിൽ അവളത് കൊണ്ടുപോയിക്കോട്ടെ, അത് കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കറിയാം ഞാൻ ഇത്ര വാശി പിടിച്ചാൽ ഇന്ന കാര്യം നടക്കും, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ കുട്ടി പിന്നെയും വാശി പിടിക്കും. അപ്പോൾ പാരൻസ് കുറച്ചുകൂടെ അയയും, കുട്ടി പിന്നെയും വാശി പിടിക്കും, അപ്പോൾ പാരൻസ് പിന്നെയും അയയും. അങ്ങനെ 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 കുട്ടിയുടെ പുറത്ത് ഡിസിഷൻ മേക്കിങ്ങിൽ പാരൻസിനൊരു ചോയ്സ് ഇല്ല. അപ്പോൾ കുട്ടിക്കും കുട്ടിയുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു ചോയ്സ് ഇല്ല. കുട്ടിക്ക് വേണ്ടതെല്ലാം കുട്ടിക്ക് നല്ലതാണ്. അതുകൊണ്ട് വേണ്ടതും വേണ്ടാത്തതും കുട്ടിക്കറിയില്ല. കുട്ടി ചെയ്യുന്നതിനൊക്കെ നല്ലതും ചീത്തയും പറയാൻ അറിയാതെ വളരെ നിസ്സഹായരായി പോകുന്ന പാരൻസ് ഉണ്ട്. അവർ നല്ല ആൾക്കാരല്ലാഞ്ഞിട്ടല്ല, ദേ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ എന്നുള്ളത് കൊണ്ടാണ്. നാലാമത്തേത് നെഗ്ലക്ട്ഫുൾ ഓർ അൺഇൻവോൾവ് പാരൻറ്റിങ്. അതായത് കുട്ടിയുണ്ട്, നമ്മളുണ്ട്, ഒരു വീടുണ്ട്, ആളുകൾ വരുന്നു പോകുന്നു, ഫണ്ടമെൻ്റലി ജീവിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതിലുപരി കുട്ടിയുടെ വൈകാരിക ജീവിതത്തിൽ നമ്മൾക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ കുട്ടി സത്യത്തിൽ വളരെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സാഹചര്യത്തിലാണ് കുട്ടി വളർന്നു വരുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുട്ടിക്ക് ഭയങ്കര സെൽഫ് ഡൗട്ട്, സെൽഫ് ഷെയിം, അല്ലെങ്കിൽ വെരി ലോ സെൽഫ് എസ്റ്റീം, കോൺഫ്ലിക്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കോപ്പ് ചെയ്യാനറിയില്ല. നമ്മൾ വീടിന് പുറത്തുള്ള ലോകവും വീടിനകത്തുള്ള ലോകവും രണ്ടാണല്ലോ. അപ്പോൾ ഈ പുറത്തുള്ള മനുഷ്യരോട് പെരുമാറാൻ ഒരു സംഘർഷം വന്നാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാനറിയില്ല. കുട്ടി പെട്ടെന്ന് പൊട്ടിപ്പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ നെഗ്ലക്ട്ഫുൾ ആയ പാരൻറ്റിങ് കുട്ടിയെ കൊണ്ടെത്തിക്കുക. ഇത് ഈ പറഞ്ഞ 4 തരം പാരൻറ്റിങ്, അതായത് അതോറിറ്റേറിയൻ, അതോറിറ്റേറ്റീവ്, പെർമിസീവ് ആൻഡ് നെഗ്ലക്ട്ഫുൾ, ഈ 4 ടൈപ്പ് ഓഫ് പാരൻറ്റിങ്ങും മേജറായിട്ട് ഒരു 80 to 2000 വരെയുള്ള റിസർച്ചിൽ വ്യക്തമായിട്ട് കാണുന്നതാണ്. അക്കാലത്ത് വളർന്ന കുട്ടികളായിരിക്കുമല്ലോ ഈ ഒരു ജനറേഷനിലെ യങ് പാരൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുതിയ സാങ്കേതികത മാറി, ലോകം മാറി, ജീവിതം മാറി. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് കുറച്ചധികം പുതിയ പാരൻറ്റിങ് സ്റ്റൈൽസ് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ട്. റൂട്ടിൽ ഇത് ഈ പറയുന്ന 4 പാരൻറ്റിങ് തന്നെ ആണെങ്കിലും അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഉള്ളത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് അതിനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ചില പാരൻറ്റിങ് സ്റ്റൈൽസാണ് ഹെലികോപ്റ്റർ പാരൻറ്റിങ്. അത് പണ്ടും ഉണ്ട്, പക്ഷേ കുട്ടിയുടെ എല്ലാ കാര്യത്തിനും സൂപ്പർവിഷനായിട്ട് ഒരു ഹെലികോപ്റ്റർ പോലെ പാരൻറ്റിങ് ഇങ്ങനെ നടക്കുകയാണ്. എന്ന് വെച്ചാൽ അത് ചെയ്യല്ലേ, അവിടെ പോകല്ലേ, അത് അങ്ങനെയല്ല, ഇതിങ്ങനെയല്ല, അതെടുത്താൽ ഇതാവും, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരോട് മില്ലേ ഇന്നതാ പറ്റുക, അയ്യോ അവരോട് മിണ്ടരുത്, അങ്ങനെ ഇങ്ങനെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ചെയ്തോ അത് ചെയ്യണ്ട. കുട്ടിക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു സാഹചര്യമില്ല. കുട്ടിക്ക് ഡിസിഷൻ എടുക്കാൻ അറിയില്ല. ഡിസിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ കുട്ടി അത് ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്താണല്ലോ നമ്മുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ കണക്ഷൻ ഉണ്ടാവുകയും നമുക്കൊരു പ്രോബ്ലം കിട്ടുമ്പോൾ അത് സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റുകയും ചെയ്യുന്നത്. കുട്ടിക്ക് ആ ബ്രെയിൻ കണക്ഷൻ ഇല്ല, ന്യൂറൽ കണക്ഷൻ ഇല്ല. അപ്പോൾ കുട്ടിക്ക് അറിയില്ല എന്താ ചെയ്യുക എന്നുള്ളത്. കുട്ടി ഭയങ്കര റെസീലിയൻസ് എന്ന് പറയുന്ന ഒരു കഴിവ്, അതായത് ഒരു സെറ്റ് ബാക്കിൽ നിന്ന് തോറ്റുപോയാൽ തിരിച്ചു വരാനുള്ളൊരു കഴിവ് കുട്ടിക്ക് ഉണ്ടാക്കിയെടുത്തിട്ടില്ല. കുട്ടിക്ക് ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, കുട്ടി ഓവർവെൽംഡ്, പെട്ടെന്ന് തളരും, തോറ്റുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടീനെ കൊണ്ടെത്തിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പാരൻറ്റിങ് ആണത്. രണ്ടാമത്തത് ബുൾഡോസർ പാരൻറ്റിങ്. ഞാനോ നരകിച്ചു, എൻ്റെ കുട്ടികൾ നരകിക്കരുത്, അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, കുട്ടി നല്ലത് ചെയ്താലും തെറ്റ് ചെയ്താലും കുട്ടിക്ക് വേണ്ടത് നടക്കണം. ആ കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, നിങ്ങൾ അതിന് വലിയ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പാരൻസ്. അപ്പോൾ അവർ കുട്ടിയുടെ മുന്നിലാണ് നടക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ മുന്നിൽ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ അവർ ബുൾഡോസ് ചെയ്ത് തള്ളി മാറ്റി. അപ്പോൾ കുട്ടിക്ക് ഇവരുടെ പുറകെ നടന്നുള്ള ശീലമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾ, അതാണ് ബുൾഡോസർ പാരൻറ്റ്. ഇനി ടൈഗർ പാരൻറ്റിങ് എന്നത് റാറ്റ് റേസ് ആണല്ലോ ഇന്നത്തെ ജീവിതം. ജയിച്ചേ പറ്റൂ, ജീവിച്ചേ പറ്റൂ, അല്ലെങ്കിൽ തോറ്റു കൊടുക്കാൻ പറ്റില്ല, അച്ചീവ് ചെയ്തേ പറ്റൂ. അങ്ങനത്തെ ഒരു പാരൻറ്റിങ്ങാണ് ടൈഗർ പാരൻറ്റിങ്. നിനക്ക് പറ്റൂല എന്നുള്ളത് വിഷയമല്ല. യു ഹാവ് ടു ബി ആൻ എഞ്ചിനീയർ ഓർ യു ഹാവ് ടു ബി എ ഡോക്ടർ. അപ്പോൾ കുട്ടി കഷ്ടപ്പെട്ട് ചെയ്യും. അവനെ കൊണ്ട് പറ്റൂലേ, ഇതാണോ എൻ്റെ ചോയ്സ് അല്ല എന്നൊന്നും തീരുമാനിക്കാൻ കുട്ടിക്ക് ചോയ്സ് ഇല്ല. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അപ്പോൾ കുട്ടി വളരുമ്പോൾ കുട്ടിക്ക് ഹൈ അച്ചീവർ ആയിരിക്കും, പക്ഷെ ഭയങ്കര കോൺഷ്യസ് ആങ്സൈറ്റി ഉള്ള, തോറ്റുപോയ ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്ന കുട്ടികളാണ് അതിൽ നിന്നുണ്ടാവുക. ഇനി ഇപ്പോൾ പറയുന്ന ബസ് ആയിട്ടുള്ള എല്ലാവരും പറയുന്നൊരു ജെൻറ്റിൽ പാരൻറ്റിങ് എന്ന് പറഞ്ഞ സാധനം. ജെൻറ്റിൽ പാരൻറ്റിങ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിൻ്റെ കുറച്ചുകൂടെ മോഡേണൈസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണ്. വേർ പാരൻസ് ആർ ജെൻറ്റിൽ, ലൈക്ക് ദേ അണ്ടർസ്റ്റാൻഡ്. ഞാനൊരു 25-30-35 വയസ്സുള്ള ആളും ഇതൊരു 3, 4, 5, 10 വയസ്സുള്ള ഒരാളുമാണ്. അപ്പോൾ അവരുടെ നമ്മൾ മേലെ നിന്ന് കാണുന്ന ലോകമല്ല, അവരുടെ ചെറിയ നിരപ്പിൽ നിന്ന് അവർ കാണുന്ന ലോകം. അപ്പോൾ അതുകൊണ്ട് മുട്ടുകുത്തി അവരുടെ ഒപ്പം ഇരുന്ന് നോക്കി, മുന്നിൽ എന്താ കാണുന്നതെന്ന് നോക്കി, അതങ്ങനെയല്ല, ഇതിങ്ങനെ ചെയ്താലായിരിക്കും ശരിയാവുക എന്ന് പറയുന്നത്. തെറ്റ് കണ്ടാൽ അതങ്ങനെ ചെയ്യരുത്. അപ്പോൾ
കുട്ടിക്ക് അതായത് പാരൻസിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം കുട്ടി ചെയ്താൽ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഈ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിൽ പറയുന്ന പോലെ തന്നെ അതിന് കോൺസിക്വൻസ് ഉണ്ട് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ പാരൻറ്റിങ്ങിന് പറ്റുന്ന ഒരു പ്രശ്നം, ഇതിന് ട്രെയിൻഡ് അല്ലാത്ത പാരൻസ്, അതായത് ഈ പറയുന്ന 4 പാരൻറ്റിങ് സ്റ്റൈൽ ആദ്യം പറഞ്ഞല്ലോ, അതിൽ വളർന്നു വന്ന ആളുകൾക്ക് ദേ ജസ്റ്റ് വാണ്ട് ടു ബി ആസ് കൈൻഡ് ആൻഡ് ആസ് കോപ്പറേറ്റീവ് ആസ് പോസിബിൾ വിത്ത് ദെയർ ചൈൽഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് പെർമിസീവ് പാരൻറ്റിങ്ങിൻ്റെ സ്റ്റൈലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കുട്ടിയായിട്ട് ബൗണ്ടറി എവിടെയാണ് വെക്കേണ്ടത്, എവിടം വരെ എന്തൊക്കെയാണ് റൂൾസ്, നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളില്ലായ്മ അരാജകത്വമാണ്, നിയമങ്ങളുണ്ട്, അതെങ്ങനെയാണ് പാലിക്കേണ്ടത് എന്നുള്ളത് കുട്ടിയെ വളരെ സെൽഫ് റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അതായത് അവനവൻ്റെ ഇമോഷൻ മാനേജ് ചെയ്യാൻ കുട്ടിയെ പഠിപ്പിക്കുക. അതിന് ആദ്യം നമ്മൾ സെൽഫ് റെഗുലേറ്റഡ് ആയ ഒരു അഡൾട്ട് ആവണ്ടേ. അതല്ലാത്ത ആളുകൾക്ക് ഈ ജെൻറ്റിൽ പാരൻറ്റിങ് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ പ്രോബബ്ലി അത് പെർമിസീവ് പാരൻറ്റിങ് ആയി പോകും. അപ്പോൾ ഇന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, നാട്ടിൻപുറത്തൊക്കെ സാധാരണ ആൾക്കാർ ചോദിക്കും, ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ സ്കൂളിൽ പോയി പഠിച്ചിട്ടാണ് വളർത്തിയേ. പക്ഷേ അതിൻ്റെ ഒരു ഫ്ലിപ്പ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പാരൻറ്റിങ് എന്താണെന്ന് പഠിക്കാതെ വളർന്ന പാരൻ്റ് ആയതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, നമ്മൾ എന്തിലൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് മുന്നേ ജീവിച്ച ആളുകൾക്ക് ജീവിതത്തെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ പാരൻ്റ് ആവുന്നത്. കാരണം ജനിക്കുമ്പോൾ തന്നെ ആരും പാരൻസ് അല്ലല്ലോ, കുട്ടി വളരുമ്പോഴാണല്ലോ ആളുകളും പാരൻ്റ് ആവുക. ഇപ്പോൾ 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ ഒരു 10 പഠിക്കുന്ന കുട്ടിയുണ്ട്. എന്താണ് ലോക സാഹചര്യം, ഇതിൽ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് ഇതിനെ ബാധിക്കപ്പെടുക എന്നൊക്കെ നമ്മൾ തപ്പിപ്പിടിച്ച് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മളൊരു പാരൻ്റ് ആവുന്നത്. ബയോളജിക്കലി പാരൻ്റ് ആവുക എന്നുള്ളത് വളരെ ഈസി ആയൊരു പ്രോസസ്സാണ്. അങ്ങനെയല്ല, 2 വയസ്സുള്ള ഒരു കുട്ടിയുടെ പാരൻ്റ് ആവേണ്ട സമയത്ത് മാനസികമായി 2 വയസ്സുള്ള കുട്ടിയുടെ പാരൻ്റ് ആവാൻ എന്തൊക്കെ പഠിക്കണോ അത് നമ്മൾ പഠിക്കണം. കാരണം ഇതൊരു ലോങ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ. ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പാരൻറ്റിങ് എന്താണെന്ന് പഠിക്കാതെ വന്ന ജനറേഷൻസിൻ്റെ കണ്ണികളാണ് നമ്മളും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളും പഠിക്കില്ല, നമ്മുടെ കുട്ടികൾ പഠിച്ചില്ല എങ്കിൽ അവരുടെ കുട്ടികളും പഠിക്കില്ല. സോ സംബഡി ഹാസ് ടു ബ്രേക്ക് ദ ചെയിൻ ഓഫ് ഓട്ടോ പൈലറ്റ്. അതിന് നമ്മൾ കുറച്ച് മെനക്കെട്ട് പഠിച്ചാൽ വി ആർ ഓൾട്ടറിങ് എ പാറ്റേൺ ഇൻ ദ ജനറേഷൻ. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് പാരൻ്റ് ആവുന്നതിൻ്റെ ഒരു പ്രൈമറി റിക്വയർമെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇന്ന് കല്യാണം കഴിച്ചു, കൃത്യം 1 വർഷം കഴിയുമ്പോൾ കുട്ടി ഉണ്ടായി, ഒരു കൊല്ലം അങ്ങനെ പോയി, പിന്നെ വേറൊരു കുട്ടി ഉണ്ടായി, ഇതിനിടയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നം, ഇതൊക്കെ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ വിട്ടുപോകും. നമ്മളുടെ പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പരമാവധി നമുക്കറിയുന്ന പോലെയൊക്കെ സ്നേഹിക്കുക, എന്താ വേണ്ടത് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കുക. അതിനുപരിയുള്ളൊരു സാധനമാണ് പാരൻറ്റിങ്. അപ്പോൾ അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇങ്ങനെ വളർന്ന കുട്ടികളുടെ, ഈ പാരൻറ്റിങ് സ്റ്റൈൽസിലൊക്കെ വളർന്ന കുട്ടികളുടെ അഡൾട്ട് ലൈഫ് എങ്ങനെയായിരിക്കും, അവരെങ്ങനെയാണ് സുഹൃത്തുക്കളെ ഉണ്ടാക്കുക, അവരെങ്ങനെയാണ് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുക, അവരും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളത് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.